മേഘ, കോഴിക്കോട് മോക്ഡ്രില്ലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിന്ധൂരി, കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മോക്ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ മുഴുവൻ ജീവനക്കാരും ഇപ്പോൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യം 4 മണിയോടുകൂടി തന്നെയാണ് ഈ മോക്ഡ്രിൽ ആരംഭിച്ചത്. എല്ലാ ജീവനക്കാരോടും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ പറയുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. മുകളിലത്തെ നിലയിൽ ഉള്ള ആളുകളെയൊക്കെ തന്നെയും ഇപ്പോൾ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും നിലവിൽ ഉണ്ട്. ഫയർഫോഴ്സ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മുകളിൽ ഉള്ള ആളുകളെ ഓരോരുത്തരെയായി ഇപ്പോൾ താഴേക്ക് കൊണ്ടുവരികയാണ്. ഏതു തരത്തിൽ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വയം സുരക്ഷിതരായിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നത് ആളുകളെ ബോധവാന്മാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂര്, എലത്തൂർ, പയ്യോളി, കോഴിക്കോട് പന്നിയങ്കര, കൊയിലാണ്ടി, തിരുവങ്ങൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അതിനൊപ്പം കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ മുകൾ നിലയിലുള്ള ആളുകളെ ഇപ്പോൾ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ താഴേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കൃത്യം സമയം മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിച്ചുകൊണ്ട് 4 മണിയോടുകൂടി എല്ലാ ലൈറ്റുകളും ഓഫാക്കി, ഇലക്ട്രിസിറ്റി ഉപകരണങ്ങളൊക്കെ തന്നെയും ഓഫാക്കി ജീവനക്കാർ ഈ മോക്ഡ്രില്ലുമായി സഹകരിക്കുകയായിരുന്നു. സൈറൺ മുഴങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മോക്ഡ്രിൽ ആരംഭിച്ചത്. വലിയ സൈറൺ അപായ സൂചന എന്ന തരത്തിൽ തന്നെ ആളുകൾ കൃത്യമായി ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മുകളിലത്തെ നിലയിൽ ഉള്ള ആളുകളെ താഴത്തെ നിലയിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ിരിക്കുന്നത് എല്ലാ അംഗങ്ങളും ഇതിനോട് സഹകരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് ബീച്ചിന് സമീപം കോർപ്പറേഷൻ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. പുറത്തുള്ള ആളുകൾക്ക് ഓടി ഈ കോർപ്പറേഷനുള്ളിലേക്ക് കയറണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മുഴുവൻ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് മോക്ഡ്രിൽ നടന്നു വരുന്നത്. സിന്ധൂരി.